മുന്നേറി നിൽക്കുന്നൊരു ഒരു സ്ഥലം തന്നെയാണ്. ഭയങ്കര ഇഷ്ടമാണ് കോഴിക്കോട് വരാൻ. അപ്പോൾ കോഴിക്കോടെന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഹാപ്പി ആയിരുന്നു. പിന്നെ എനിക്ക് കോളേജിൽ വരിക എന്ന് പറയുന്നത് കുറച്ചും കൂടെ സന്തോഷമുള്ള കാര്യമാണ്. ഞാൻ പയ്യന്നൂർ എൻ്റെ സ്വദേശം പയ്യന്നൂർ കോളേജിൻ്റെ വരാന്തയിലൂടെയാണ് നമ്മൾ പഠിച്ചത്. പക്ഷെ കാറ്റ് മാത്രം എനിക്ക് വീശിപ്പില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ സെക്കൻഡ് ഇയർ തൊട്ട് ഈ പറഞ്ഞ പോലെ +2 വരെ പഠിച്ച് കഴിഞ്ഞ സമയത്താണ് ഞാൻ ഒരു വർഷത്തെ എനിക്കൊരു വർഷം അവധി വേണമെന്ന് ഞാൻ വീട്ടിൽ പറയുന്നത്. കാരണം 14 വർഷമായിട്ട് ഡിഗ്രിയോ അല്ലെങ്കിൽ അതിൻ്റെ പരിസ്ഥിതിയോ ഉണ്ടായിരുന്നില്ല, സാമ്പത്തിക സ്ഥിതി ഇല്ലായിരുന്നു, അതിനായിരുന്നു. അങ്ങനെ ഒരു വർഷം മ്യൂസിക് ഭയങ്കര ഇഷ്ടമാണ് ആക്ച്വലി. അപ്പം മ്യൂസിക്കിൻ്റെ ഒരു അങ്ങനെ കുറച്ച് എക്സ്പ്ലോർ ചെയ്യാന്ന് വെച്ചാൽ ബാംഗ്ലൂർ കോൺഫറൻസിൻ്റെ കൂടെ ഒരു കൊല്ലം മ്യൂസിക് പ്രൊഡക്ഷൻ ഇവന്റ് മാനേജ്മെന്റിലൊക്കെ ആയിട്ട് ഒരു വർഷം കാര്യങ്ങളാണ് +2 കഴിഞ്ഞിട്ട്. പിന്നെ വീണ്ടും വന്ന് എറണാകുളം പഠിക്കണമെന്നൊരു ആഗ്രഹം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ സിനിമയ്ക്ക് കുറച്ചുകൂടത്തേക്ക് ഇതുപോലെ ആൾക്കാരെ കാണാനും സമീപിക്കാനും ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് എത്താനൊക്കെ പറ്റും എന്നുള്ള രീതിയിൽ എറണാകുളം പോലെ കോളേജിൽ ട്രൈ ചെയ്തു. അപ്പോൾ ചില സ്ഥലത്ത് മാർക്ക് സംഭവിച്ചില്ല, ചില സ്ഥലത്ത് സാമ്പത്തികം സംഭവിച്ചില്ല. അങ്ങനെ അതൊക്കെ വീട്ടിൽ അവസാനം വീട്ടുകാർ ചേർത്ത് പയ്യന്നൂർ കോളേജിൽ PA പൊളിറ്റിക്കൽ സയൻസ്, അതായത് ഏറ്റവും കൂടുതൽ ആ മാർക്കിൽ മോശം വന്നത്. പക്ഷേ PA പൊളിറ്റിക്കൽ സയൻസ് ആണ് ഞാൻ പഠിച്ചത്. ഞാൻ എന്തുകൊണ്ടാണ് പൊളിറ്റിക്കൽ സയൻസ് എടുത്തു എന്ന് വെച്ചാൽ എനിക്ക് ഉത്തരം എപ്പോഴും ആ സമയത്ത് സെക്കൻഡ് ഇയർ ആയ ടൈമിലാണ് എനിക്ക് ഇതിനോട് കുറച്ചും കൂടെ സിനിമയോട് അടുത്ത് നിൽക്കണം, അല്ലെങ്കിൽ അതിനോട് പ്രവർത്തിക്കുന്ന ആൾക്കാരുമായിട്ട് ഇന്ററാക്ട് ചെയ്യണം എന്നൊരു ആഗ്രഹം. സെക്കൻഡ് ഇയർ ഞാൻ വണ്ടി കയറി എറണാകുളത്തേക്ക് വണ്ടി കയറി. അവിടെ ഒരു 1-2 ഫ്രണ്ട്സിനൊക്കെ പല മേഖലയിൽ സ്ഥിരം പിന്നെ ഒരുപാട് ഫ്രണ്ട്സിനൊക്കെ റൂമൊക്കെ ഷെയർ ചെയ്തിട്ട് എറണാകുളം നിൽക്കാൻ തുടങ്ങി. അങ്ങനെ പക്ഷെ ഞാനിവിടെ PA പൊളിറ്റിക്കൽ സയൻസ് കംപ്ലീറ്റ് ചെയ്തു. അതിൽ വ്യക്തമായി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. അപ്പോൾ അങ്ങനെ എറണാകുളം സെക്കൻഡ് ഇയറിലോട്ട് നിന്ന് അങ്ങനെയാണ് രാജീവ് വിസാറിന്റെ കമ്പനി പാർട്ടുള്ള സിനിമയിലേക്ക് ഒരു എൻട്രി. ഒരു റിയൽ ഫീൽഡ് മഞ്ഞുമൽ ഈ കഴിഞ്ഞാൽ ഇപ്പോൾ കണ്ട മത്സരത്തിന് ശേഷം ഞാൻ കുറച്ച് പഠിക്കുന്നുണ്ടായിരുന്നു എൻ്റെ കരിയറിൽ. അപ്പോൾ ആ ഒരു പാഷനാണ് ആക്ച്വലി വീണ്ടും അങ്ങനെ പോയി ഇരുന്നുകൊണ്ടാണ് എനിക്കിപ്പോഴും ആക്ച്വലി ഇത്രയും സിനിമകൾ ചെയ്യാൻ പറ്റിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വലിയ സൗഹൃദങ്ങൾ ഉണ്ടാക്കാൻ പറ്റിയ അപ്പോൾ ഒരു പാഷനാണ്. അപ്പോൾ പാഷൻ എല്ലാവർക്കും ഇതിലും നിലനിർത്തുക എന്നുള്ളതാണ് പാഷൻ. ഇപ്പം സിനിമയോടായാലും എഞ്ചിനീയറിങ്ങിനോടായാലും മാത്തമാറ്റിക്സിനോടായാലും ഫിസിക്സിനോടായാലും സംഗീതത്തോടായാലും എല്ലാത്തിനോടായാലും ആ പാഷൻ നിലനിർത്തുക, അതിന് ട്രസ്റ്റ് ചെയ്യാനുള്ളതാണ്. ആക്ച്വലി ട്രസ്റ്റാണ്. കാരണം വെച്ചാൽ ചില സ്ഥലത്ത് നമുക്കൊരു പോയിന്റ് നമുക്ക് ശരിച്ചിട്ട വന്നേക്കാം. കാരണം നമുക്ക് അതിലേക്ക് പോയി കഴിഞ്ഞാൽ കയ്യിലുള്ളത് പോകും, അത് പോകുന്നതാണ്. പക്ഷേ ഇഫ് യു ട്രസ്റ്റ്, നിങ്ങൾക്ക് അതിനോട് പൂർണ്ണ വിശ്വാസം അല്ലെങ്കിൽ പൂർണ്ണ സ്നേഹം ഉണ്ടെങ്കിൽ അതിലെല്ലാം നിങ്ങൾ അർപ്പിക്കാനുള്ളതാണ്. പിന്നെ പാഷനെക്കാളും മോർ ഇമ്പോർട്ടൻ്റ് ആണ് കൺസിസ്റ്റൻസി. എനിക്കത് ഫുള്ളായിട്ട് ഞാൻ അക്വയർ ചെയ്തിട്ടില്ല. കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് പാഷനെക്കാളും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ കൺസിസ്റ്റൻസി വരുത്തുക എന്നുള്ളതാണ്. രണ്ടാമത്തെ എനിക്ക് തരാനുള്ള വലിയ ഉപദേശം എന്ന് പറയുന്നത് സന്ദേശം. അപ്പോൾ കാരണം കൺസിസ്റ്റൻസി എനിക്കും ഇതുവരെ ചെയ്യാൻ പറ്റാത്തൊരു ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ ആക്ച്വലി ഇതും സിനിമയും ഒരു പഠനമായി തന്നെയാണ്. ഒരുപാട് ആൾക്കാർ പുതിയതായിട്ട് കാണുന്നു. ഓരോ ലൊക്കേഷനിൽ പല പുതിയ ലൊക്കേഷനിൽ പോകുമ്പോൾ പുതിയ ആൾക്കാരാണ് കാണുക. 100-200 പേരായിട്ട് നമ്മൾ ഡെയിലി ഇന്ററാക്ട് ചെയ്യുന്നു. അപ്പോൾ അതൊരു പഠന സ്ഥലം തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല, ഇങ്ങനത്തെ ഒരു സ്ഥാപനം ക്യാമ്പ് സെന്ററിന്റെ പ്രസംഗം ഞാൻ കേട്ടു. വളരെ എത്രത്തോളം ഹാർഡ് വർക്കിലാണ് അങ്ങനത്തെ ഒരു ഇത്രയും സ്ഥാപനങ്ങൾ കണ്ടുപിടിക്കാൻ ബ്രാഞ്ചുകൾ ഉണ്ടാക്കാനും പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു സഹോദര സ്ഥാപനമാണ് മലബാർ സൈനിക്കൊക്കെയാണ്. അപ്പോൾ മലബാർ ഞാൻ ആദ്യമായിട്ടാണ് കാരണം സൈനിക് സ്കൂളിൽ സാർ പറഞ്ഞായിരുന്നു. സൈനിക് സ്കൂളിൽ സാർ എത്ര വർഷം പഠിപ്പിച്ചിട്ടായിരുന്നു. സൈനിക് സ്കൂളിലൊക്കെ ഞാനിങ്ങനെ പഠിക്കണം ആഗ്രഹമുള്ളത്. പട്ടാളം എല്ലാ ചെറുപ്പക്കാരുടെയും ഒരു ടൈമില് ചിലവരത് പാഷനായിട്ട് നിലനിർത്തി ആർമിയിൽ ജോലി ചെയ്തു. പക്ഷെ എല്ലാവർക്കും ഒരു പട്ടാളക്കാരനാവണമെന്ന് ഒരിക്കലും ആഗ്രഹിച്ചിട്ടുണ്ടാവുന്നു ചെറുപ്പത്തേക്ക്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഒരു ആർമിക്ക് വേണ്ടി ട്രെയിൻ ചെയ്ത് കോളേജിൽ വരാൻ പറ്റിയത്. അതിലും വളരെ സന്തോഷം. ഞാൻ സിനിമ പറയുന്നത് ഗോപാലഗോപാൽ സാറാണ് എല്ലാത്തിൻ്റെയും ഇൻസ്പിറേഷൻ. മുൻ ചെയർമാൻ
സിനിമയാണ്. അപ്പോൾ ഇതൊക്കെ